ചില കാഴ്ചകൾ കാണേണ്ടതല്ല, അനുഭവിക്കേണ്ടതാണ്. മലകളിലേക്ക് പോകുമ്പോൾ നമ്മൾ തേടുന്നത് കാഴ്ചയില്ല, കഥകളാണ്. ഓരോ ചുവടും നമ്മെ നഗരത്തിൻ്റെ തിരക്കിൽ നിന്ന് പ്രകൃതിയുടെ നിശബ്ദതയിലേക്ക് കൊണ്ടുപോകുന്നു. മുന്നിൽ എന്താണെന്നറിയില്ല, പക്ഷേ പോകാനുള്ള ആവേശത്തിന് അതിരുകളില്ല. ചില ഉയരങ്ങൾ കാലുകൾ കൊണ്ട് മാത്രമല്ല, മനസ്സുകൊണ്ടാണ് കീഴടക്കുന്നത്. താഴെ ഒരു ലോകം, മുകളിൽ മറ്റൊരു ലോകം. അറിയാത്ത വഴികളാണ് പലപ്പോഴും ഏറ്റവും നല്ല ഓർമ്മകളിലേക്ക് നമ്മെ എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂനിച്ചിമലയിലെ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഹായ്, ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബൈക്കുമായിട്ട് ഇറങ്ങിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളുണ്ട്. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ സുഖമില്ല എല്ലാവർക്കും. അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂനിച്ചിമലയിലോട്ടാണ്. കുറേ നാൾ ആയിട്ട് പോകണമെന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണൊന്ന് സെറ്റായി വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോവുകയാണ്. അപ്പോൾ വൺസ് അഗെയിൻ അപ്പോൾ എല്ലാവർക്കും കൂനിച്ചിമലയിലെ വിശേഷങ്ങളിലേക്കും കാഴ്ചയിലേക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂനിച്ചിമല എന്ന് പറയുന്നത് കാളിമല, നമ്മൾ ഓൾറെഡി ഒരു എപ്പിസോഡ് പോയിട്ടുണ്ട് കാളിമലയുടെ. അപ്പോൾ കാളിമലയുടെ അടുത്താണ്, പക്ഷേ റൂട്ട് ഡിഫറെൻ്റ് ആണ്. പോകേണ്ട വഴി അത് കാട്ടാക്കട സൈഡാണ്, കാട്ടാക്കട അമ്പൂരി സൈഡാണ്, വെള്ളറട. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുക നമുക്ക് മല. അപ്പോൾ നമ്മുടെ കൂനിച്ചിമല ഇപ്പോൾ കറൻ്റ് ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ പോകാൻ ഇറങ്ങി. ഇപ്പോൾ വെയിലായാലും നമ്മൾ കയറി കാണും. പക്ഷേ കുറച്ച് മഴക്കോളൊക്കെ ഉണ്ട്. മഴക്കോള് ആ സൈഡൊക്കെ മഴക്കോളുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ. ഇതിപ്പോൾ കള്ളിക്കാട് നിന്നാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആര്യനാട്, നെടുമങ്ങാട്, ആര്യനാട്, കള്ളിക്കാട്, അങ്ങനെയാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ട്രിവാൻഡ്രമുള്ള ആൾക്കാരെല്ലാവരും വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലവും കൂടെയാണ് നമ്മുടെ ഈ കൂനിച്ചിമല എന്ന് പറഞ്ഞാൽ. ട്രക്കിംഗ് ആണ്, അത്യാവശ്യം ഒരു ഹെവി ട്രക്കിംഗ് എന്ന് പറയാം വേണമെങ്കിൽ. നടന്ന് അത്യാവശ്യം നല്ല കിലോമീറ്റേഴ്സ് നടക്കാനുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ്. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ ഈ സ്ഥലം അഥവാ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അത്യാവശ്യം ഒരു ഹെവി ട്രക്കിംഗ് ആണ്, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ഏകദേശം കുറച്ച് ആൾക്കാരുണ്ട്. നമുക്കെന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ്, അതായത് കൂനിച്ചിമല ട്രക്കിങ് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ റൂട്ടാണ് പാറശാല, വെള്ളറടയൊക്കെ പോകുന്ന റൂട്ട് കേട്ടോ. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഷെയറും ലൈക്കൊക്കെ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇനിയും വീഡിയോസൊക്കെ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പിന്നെ ഒരുപാട് പേര് ചിലപ്പം ട്രാവൽ ചെയ്യാൻ ഇഷ്ടം കാണും, ചിലപ്പോൾ അവർക്ക് ട്രാവൽ ചെയ്യാനുള്ള സിറ്റുവേഷൻ ആയിരിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ സ്ഥലം കാണണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇവിടെ ഒരു പാറ ഉണ്ട്. ഇനി അങ്ങോട്ടുള്ള എല്ലാം ഏകദേശം ഇങ്ങനെ പാറകളും മലകളും അങ്ങനത്തെ ഒരു ലാൻഡ്സ്കേപ്പാണ് ഇനി അങ്ങോട്ട്. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ ബ്ലാക്കുമാണ്. അതിൻ്റേതായ ഒരു പ്രശ്നമുണ്ട്. മഴ പെയ്യണേ ദൈവമേ, മഴ പെയ്താൽ പൊളിക്കും. നമ്മളെവിടെ പ്രഡിക്റ്റ് ചെയ്താലും അവിടെ മഴ പെയ്യുന്നുണ്ട്. മൂന്നാർ പോയപ്പോൾ മഴ, കാളിമല പോയപ്പോൾ മഴ, പിന്നെ എവിടെ നമ്മുടെ പൊന്മുടി, നമ്മുടെ സ്ഥിരം റൂട്ടായ പൊന്മുടി പോയപ്പോൾ മഴ. ശരിക്കും നമ്മൾ പ്രഡിക്റ്റ് ചെയ്യും മഴ പെയ്യണേ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കും. പോട്ടെ, നമ്മൾ മഴ പെയ്യണേ, ഈ ചൂടൊന്ന് മാറ്റിത്തരണേ നമ്മൾ പ്രാർത്ഥിച്ചാൽ പോവാറ്. ശരിക്കും അങ്ങനെ പറഞ്ഞ് പോകണിടത്തല്ല ഓൾമോസ്റ്റ് മഴ പെയ്യാറുണ്ട്.
ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ നമുക്ക് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പ്രത്യേകിച്ച് ബൈക്കിൽ ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മുടെ ശരിക്കും ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഓൾറെഡി പോയിട്ടുണ്ട്. നമുക്ക് ഒരു വലിയ പാറയുള്ളൊരു മലയാണ്. ഇതിവിടുത്തെ പാറ എന്തൊരു പേരുണ്ട്, പക്ഷെ കറക്റ്റ് അറിയത്തില്ല. എന്തൊരു പേരുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നേരെ പോയ പാറശാല. ഇവിടെ നിന്ന് കുരിശുമല പോണ റൂട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് ലെഫ്റ്റ്. അപ്പോൾ ഇതാണ് ആ ജംഗ്ഷൻ. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഇടത്തോട്ട്. ഇവിടെ നിന്ന് ഇനി ഒരു 2 കിലോമീറ്ററും കൂടെ ഉള്ളു. നമുക്ക് കണ്ടോ പാറ. അപ്പോൾ നോക്ക് സെറ്റല്ലേ. അത്യാവശ്യം കൊള്ളാം, ചൂടുണ്ട്. പക്ഷേ ആ വ്യൂ, ആ ലാൻഡ്സ്കേപ്പ് ഒക്കെ, ബാക്ക് ഡ്രോപ്പിൽ മല, പൈൻ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ മണ്ടയിൽ. ശരിക്കും കാളിമലയിലും പൈൻ മരങ്ങളുണ്ട്. ഇവിടെ നിന്ന് ഇടത്തോട്ട്. അടിപൊളിയല്ലേ. നമ്മൾ ഏകദേശം എത്തി. 1 കിലോമീറ്ററും കൂടെ ഉള്ളൂ. വ്യൂ, നമ്മൾ ഏതോ ഒരു മലയുടെ മണ്ടയിലെത്തി. ഇവിടുന്നോ വലത്തോട്ട് കയറി പോവാനുണ്ട്. യെസ്, ഓക്കെ. ഇപ്പോഴേ പൈൻ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയല്ലേ. ഏതോ ഒരു മല കയറിക്കൊണ്ടിരിക്കുക. സെറ്റ്. പെട്ടെന്ന് ലാൻഡ്സ്കേപ്പൊക്കെ അങ്ങ് മാറി. വെയിലില്ല. അവര് അവിടെ എത്തിയായിരുന്നു. അപ്പോൾ വണ്ടിയൊക്കെ വെച്ചിട്ട് നമ്മൾ മല കയറാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, അരുവിയൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. ഇനി നമ്മളങ്ങോട്ട് നടക്കുക. ബൈക്കും കൊണ്ട് കയറിയ കിട്ടില്ല. ഓഫ് റോഡ് ഏതൊരു ബൈക്ക് മുകളിലിട്ടുണ്ട്, പക്ഷെ നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. രക്ഷയില്ല, നടന്ന് ചത്ത്. ഓഫ് റോഡ്. ബൈക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ അത്യാവശ്യം
നല്ല പണിയുണ്ട് കയറാൻ. നമ്മുടെ കൂടെയുള്ളൊരു ദോ ഇരുന്നു. ചത്ത ഒരാൾ ചത്തു, അടുത്ത ആൾ ഇതാ വരുന്നു. എന്താണ് നിലപാട്? സൂപ്പർ. വന്നില്ലേ? ആദ്യമായിട്ട് മല കയറാൻ വന്നാൾ. ഒരു സാധനം മിസ്സായി പോയി. ചാടിത്തുള്ളി നടക്കും, ചാടിത്തുള്ളി നടക്കും. ആർക്ക് മഴ? ഒരു ബാറ്റ്മാൻ എന്താ പോകും. നല്ല ടഫാണ്, ഒരാൾക്ക് നടക്കാൻ വയ്യ. നല്ല സുഖം, ഒരിക്കലെങ്കിലും മറന്നു ഇവിടെ. നമ്മൾ ഏകദേശം കാൽഭാഗത്തിലുണ്ട്. വെള്ളമുണ്ട്. വെള്ളോ ഗൈസ്, കുറച്ച് ഫ്രഷ് ഒക്കെ ആയി. ഓ, അവിടെ JCB പണിയെടുക്കുന്നു. എന്തോ പരിപാടിയൊക്കെ നടക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ മുഖമൊക്കെ കഴുകി ഫ്രഷായി വീണ്ടും യാത്ര തുടങ്ങുവാണ്. ഗായ്സ്, ഒരു കിട്ടിലെ വ്യൂ കാണിച്ചു നമുക്ക് കേട്ടോ. സെറ്റല്ലേ? അങ്ങനെ നമ്മൾ പകുതി ദൂരെത്തി. കുടിലൊരു വ്യൂ ഒക്കെ കണ്ട് ഡാമിൻ്റെ റിസർവറും കാര്യങ്ങളൊക്കെ ഉള്ള
ഇപ്പോൾ ഒരു കുത്ത് കയറ്റി വരും നമുക്ക്. അവിടെ നിന്ന് കയറി ഇതാ ഇങ്ങോട്ട് പോണ ഒരു രക്ഷയില്ല. സെറ്റ് സ്ഥലം, സെറ്റ് ട്രക്കിങ് വിളിക്കും. ആരൊക്കെയുള്ളവരെയും കൊണ്ടുവരിക, അല്ലെങ്കിൽ ഓരോരുത്തരിക്കേണ്ടി വഴി. ചിത്രേ, വഴി എങ്ങനെയുണ്ട്? അതൊന്ന് പറഞ്ഞേ. തൃശ്ശൂര് കാര്യ ഇതൊക്കെ എന്തുട്ടാ? തൃശ്ശൂർ ഇങ്ങനെ, തൃശ്ശൂർ ഇങ്ങനെ ഉണ്ടോ സ്ഥലം? അപരാധങ്ങൾ. ഇവിടെ റെസ്റ്റ് ഒക്കെ എടുക്കുന്ന സ്ഥലമുണ്ട്. എന്താണ് മാതാമല എന്നൊക്കെയാണ് പറയണത്. അത് കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നടക്കും. നല്ല കിടില ക്ലൈമറ്റ് എന്നും പറയാനേ പറ്റൂ. ശരിക്കും വെയിലില്ല. ഇപ്പോൾ വൈകുന്നേരം ഏകദേശം 3:15. വെയിൽ കുറവാ. നല്ല കണ്ടല്ലേ അറിയാം. കണ്ടോ, കണ്ട് നല്ല ഫോറസ്റ്റ് സെറ്റ് ഫ്രെയിമാ. എന്തായാലും ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ഇതോ കാണാൻ പറ്റുമെന്നറിയില്ലോ, അവിടെയാ പോവേണ്ടേ. എന്തായാലും ട്രക്കിങ് പ്ലാൻ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ നേരെ കൂനിച്ച് മല വിട്ടോ, ഒരു രക്ഷയില്ല. സെറ്റ് സ്ഥലം, പൊളി. ഗൈസ് കണ്ടോ, ഒരു കാട്. അയ്യോ, ഒരു മിനിറ്റ് ആയിട്ടാ. വരുന്നു. പോ മോളി പോയി ഇനിയും കാണാൻ പറ്റും. ഒരു കിടിലം വ്യൂ കാത്തിരിക്കുന്നുണ്ട്. കുട്ടേട്ടോയ് കാണിച്ചരാ. ഇതാ കണ്ടോളൂ. അമ്മേ, പറ്റി. വ്യൂ ഒക്കെ കണ്ട് ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചോട്ട് മേളിലോട്ട് കയറുക. കയറുന്തോറും വളരെ മനോഹരമായി കൊണ്ടിരിക്കുന്നു. ഇതാണ് ആ വ്യൂ ആയിരുന്നത്. ഓക്കെ
ബിസ്ക്കറ്റ് കഴിച്ച് പോകാം, വിശപ്പുണ്ട്. കുറച്ച് ദൂരം കൂടെ ഉള്ളു. ഓക്കെ, അങ്ങനെ നമ്മള് കൂനിച്ചിമല എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി അവിടെയാണ് പോകട്ടെ. അതാണ് പ്രോപ്പർ കുനിച്ചിമല. കുറച്ച് വ്യൂ ഞാൻ കാണിച്ചുതരാം. അന്യായ വ്യൂ. മഞ്ഞില്ലെങ്കിൽ എന്ത്, ഇതാണ് സ്വർഗം. നോക്ക്, ഇനി അങ്ങോട്ടാണ് പോവേണ്ടത്. നമ്മൾ പോവും, പൊളിക്കും. നമ്മളിപ്പോൾ മേളിൽ പോയി കുറച്ച് വ്യൂ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അടിപൊളി. ഒരു ഡ്രോണിൻ്റെ പുറം കൂടെ സെറ്റ് വ്യൂ, നല്ല കാറ്റ്. കാളിമല, ഇത് കുരിശുമല. നമ്മള് ഇതിവിടെ വന്ന വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിരിക്കും. സെറ്റായിരുന്നു. രക്ഷയില്ല, കിട്ടില്ല. എനിക്കത് കാറ്റ്. നമ്മള് കാറ്റടിച്ച് വീഴുമെന്നാണ് പോകാൻ വേണ്ടിയിട്ട് നടക്കുവാണ്. അമ്മേ, നമ്മൾ അടുത്ത് ടോപ്പിലോട്ട് പോവുകയാണ്. അവിടെ ഫുൾ പവറിലാണ്. നമ്മൾ നേരത്തെ ഡാമിൻ്റെ ഒരു സെർവറൊക്കെ കാണാൻ പറ്റും ഇവിടെ. ഓ, അവരവിടെ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ ഫൈനലി നമ്മളെ കൂനിച്ചി മലേനെ കീഴടക്കിയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ കുനിച്ചിമലനെ കീഴടക്കി. Come on. അയ്യോ guys, finally we are here in കുരിശിമല. ഇനി ഇതിന്റെ മുകളിൽ വേറെ ടോപ്പില്ല. മക്കളെ, ഇതാണ് കാഴ്ച. നമുക്ക് ഗൈസ്, ഇതൊക്കെയാണ് കുനിച്ചിമലയിലെ കാഴ്ചകൾ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ പ്ലാൻ ഉണ്ടെങ്കിൽ നേരെ ഇറങ്ങിക്കോട്ടോ കുനിച്ചിമലയിലേക്ക്. കുനിച്ചിമലയിൽ പോവാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. കണ്ടല്ലോ പോവാണ്. എല്ലാവർക്കും ബൈ ബൈ. നിങ്ങൾക്ക് പറയണ്ട, പറയാം. ക്യാമറമാൻ അശോകനോടൊപ്പം ബൈ.